നമ്മൾ നേരത്തെ കണ്ടിരുന്നു എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 സാറ്റിസ്ഫൈ ചെയ്യുന്ന റിയൽ നമ്പർ എക്സ് ഒരു കാരണവശാലും റാഷണൽ നമ്പർ ആകുകയില്ല എന്നുള്ളത്. ഇനിയും നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് ഇങ്ങനെ ഒരു റിയൽ നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതായത് എക്സിസ്റ്റൻസ് ഓഫ് സച്ച് എക്സ് എന്നുള്ളതാണ് ഇനി ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്. ഇങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിനെ നമ്മൾ എക്സ് ഇസ് ഇക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2 ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇനി പറയാൻ പോകുന്നത് റൂട്ട് 2ന്റെ എക്സിസ്റ്റൻസ് ആണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ പഠിച്ചത് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് റാഷണൽ നമ്പർ അല്ല എന്നുള്ളതാണ് നേരത്തെ പ്രൂവ് ചെയ്തത്. ഇപ്പം പറയാൻ പോകുന്നത് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് മനസ്സിലാക്കുക, എന്നിട്ട് ഒരു തിയറം ചോദിച്ചാൽ അതിന് അനുസരിച്ചുള്ള ഉത്തരം കൊടുക്കുക. പരീക്ഷകളിൽ കുട്ടികൾ പ്രൂഫുകൾ തിരിച്ചെഴുതുന്നത് കാണാറുണ്ട്. മിക്കപ്പോഴും പ്രൂഫുകൾ കറക്റ്റ് ആയിരിക്കും, പക്ഷെ അവർക്ക് കൃത്യമായിട്ട് ഏതിന്റെ പ്രൂഫാന്നുള്ളത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ എഴുതുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ഏതിന്റെ പ്രൂഫാന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. There exists a positive real number x such that x square is equal to 2. അതായത് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പോസിറ്റീവ് റിയൽ നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അത് പ്രൂവ് ചെയ്യുന്നതിന് ആദ്യമായിട്ട് ഒരു സെറ്റ് കൺസിഡർ ചെയ്യുന്നു. ദാറ്റ് ഈസ് ദ സെറ്റ് എസ് ഇസ് ഈക്വൽ ടു ദ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് സച്ച് ദാറ്റ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ആൻഡ് എസ് സ്ക്വയർ ലെസ് ദാൻ 2. അതായത് എഫ് സ്ക്വയർ ലെസ് ദാൻ 2 സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ നോൺ നെഗറ്റീവ് ആയിട്ടുള്ള എസ്സുകളുടെ കളക്ഷനെയാണ് ക്യാപിറ്റൽ എസ് എന്ന സെറ്റ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. നോൺ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകുന്ന റിയൽ നമ്പേഴ്സ്. ഇനി ക്ലിയർ ആയിട്ട് നമുക്ക് പറയാം 1 എന്ന് പറയുന്നത് ഈ ക്യാപിറ്റൽ എസിലെ ഒരു എലിമെന്റ് ആണ്. കാരണം നമുക്കറിയാം 1 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. മോറോവർ 1 സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്. ദാറ്റ് ഈസ് ഓൾവേസ് ലെസ് ദാൻ 2 ആണ്. അതായത് ക്യാപിറ്റൽ എസിലെ പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ 1 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, 1 ബിലോങ്സ് ടു സെറ്റ് എസ്. അപ്പോൾ എസിനകത്ത് ഒരു എലമെന്റ് 1 നമ്മൾ കണ്ടുപിടിച്ചു, അതുകൊണ്ട് നമുക്ക് പറയാം എസ് ഈസ് നോൺ എംപ്റ്റി. ഈ എസിന്റെ ഡെഫിനിഷനിൽ നിന്ന് നമുക്കറിയാം സെറ്റിലെ എലമെന്റ്സ് എല്ലാം തന്നെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അതായത് 0 എന്ന് പറയുന്നത് എസിന്റെ ഒരു ലോവർ ബൗണ്ട് ആണ്. കൂടാതെ 0 ആ എസിലെ എലമെന്റ് കൂടാണ്. ഇനി നമുക്ക് ഇവിടുന്ന് പറയാം 2 എന്ന് പറയുന്നത് എസിന്റെ ഒരു അപ്പർ ബൗണ്ട് ആണ്. കാരണം 2വിനേക്കാളും വലുതായിട്ട് വരുന്ന ഏതൊരു ടി എടുത്താലും അതിന്റെ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 4 ആയിരിക്കും. കാരണം ടി ഗ്രേറ്റർ ദാൻ 2 ഇംപ്ലൈസ് ടി സ്ക്വയർ ഗ്രേറ്റർ ദാൻ 4 ആണ്. അപ്പോൾ ടി സ്ക്വയർ ഗ്രേറ്റർ ദാൻ 4 ആകുന്നതുകൊണ്ട് ഒരു കാരണവശാലും ടി എസിലെ എലിമെന്റ് ആകുകയില്ല. കാരണം ടി എസിലെ എലിമെന്റ് ആകണമെങ്കിൽ ടി സ്ക്വയർ ഷുഡ് ബി ലെസ് ദാൻ 2 ആയിരിക്കണം. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് കിട്ടി 2വിനേക്കാളും വലുതായിട്ട് വരുന്ന ഏത് റിയൽ നമ്പർ ടി എടുത്താലും അതിന്റെ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 4 ആകുന്നതുകൊണ്ട് ഒരു കാരണവശാലും ടി എസിലെ എലിമെന്റ് ആകുകയില്ല. ദാറ്റ് മീൻസ് 2 ഈസ് ആൻ അപ്പർ ബൗണ്ട് ഓഫ് എസ്. ദാറ്റ് ഈസ് സിൻസ് ടി ഗ്രേറ്റർ ദാൻ 2 ഇംപ്ലൈസ് ടി സ്ക്വയർ ഗ്രേറ്റർ ദാൻ 4, ടി കനോട്ട് ബി ആൻ എലമെന്റ് ഓഫ് എസ്. അതായത് 2വിനേക്കാളും വലുതായിട്ട് വരുന്ന റിയൽ നമ്പേഴ്സ് ഒന്നും തന്നെ എസിലെ എലിമെന്റ്സ് ആകുന്നില്ല. അതായത് എസിലെ എലിമെന്റ്സ് ഒന്നും തന്നെ 2വിന് ശേഷം വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, 2 ഈസ് ആൻ അപ്പർ ബൗണ്ട് ഓഫ് എസ്. എസിന് ഒരു അപ്പർ ബൗണ്ട് ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, എസ് ഹാസ് എ സുപ്രീമം ബൈ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി ഓഫ് റിയൽ നമ്പേഴ്സ്. Therefore, by completeness property, S has a supremum in R and let it be X. So, we can write X is equal to supremum of S. കൂടാതെ നമ്മൾ ഇവിടെ 1 is an element of S എന്ന് കണ്ടിരുന്നു. അതുകൊണ്ട് എസിന്റെ സുപ്രീമം എന്ന് പറയുന്നത് എസിലെ ഈ എലിമെന്റിനെക്കാളും വലുതോ ഈക്വലോ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇവിടെ ക്ലിയർലി പറയാം എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ നമ്മൾ ഇവിടെ ആറിലുള്ള ഒരു എക്സ് കണ്ടെത്തി. അതായത് എക്സ് എന്ന് പറയുന്ന ഒരു റിയൽ നമ്പറിന്റെ എക്സിസ്റ്റൻസ് പറഞ്ഞു. അതായത് ഇങ്ങനെ ഒരു എക്സ് റിയൽ നമ്പറിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഈ എക്സ് എക്സ് സ്ക്വയർ ഇസിക്വൽ ടു 2 സാറ്റിസ്ഫൈ ചെയ്തിരിക്കും എന്നുള്ളതാണ് ഇനി പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അതായത് എക്സ് ഇസിക്വൽ ടു സുപ്രീമം ഓഫ് എസ് എന്ന് എപ്പം നമ്മൾ കാണിച്ചോ അപ്പം നമ്മൾ അവിടെ എക്സിന്റെ എക്സിസ്റ്റൻസ് പറഞ്ഞു. ആ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫൈൻ ചെയ്ത എസ് എന്ന് പറയുന്ന സെറ്റിന്റെ സുപ്രീമമായ എക്സ് ആണ്. ഇനി നമ്മൾ ഈ എക്സ് ആണ് എക്സ് സ്ക്വയർ ഇസിക്വൽ ടു 2 സാറ്റിസ്ഫൈ ചെയ്യുന്നത് എന്നിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം എക്സ് സ്ക്വയർ ഇസിക്വൽ ടു 2 സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇനി നമുക്ക് ഈ എക്സ് എക്സ് സ്ക്വയർ ഇസിക്വൽ ടു 2 എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് നോക്കാം. അതിനായിട്ട്
ഇനി ലോ ഓഫ് ട്രൈക്കോട്ടമി വെച്ച് നമുക്ക് 3 പോസിബിലിറ്റീസ് എഴുതാം. അതായത് എക്സ് സ്ക്വയർ ലെസ് ദാൻ 2 എന്ന് എഴുതാം, എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 എന്ന് എഴുതാം, അല്ലെങ്കിൽ എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 2. അതായത് ലോ ഓഫ് ട്രൈക്കോട്ടമി പറയുന്നത് ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ ട്രൂ ആയിട്ട് വരികയുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ എക്സ് സ്ക്വയർ ലെസ് ദാൻ 2ഉം എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 2ഉം കൺസിഡർ ചെയ്യും. എന്നിട്ട് അത് പോസിബിൾ അല്ലാന്ന് കാണിക്കും. അത് രണ്ടും പോസിബിൾ അല്ലെങ്കിൽ പിന്നെ എന്തേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ, എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 മാത്രമേ പോസിബിൾ ആകുകയുള്ളൂ. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് പറയും there exists a real number x such that x square is equal to 2. അങ്ങനെയാണ് നമ്മൾ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 സാറ്റിസ്ഫൈ ചെയ്യുന്ന റിയൽ നമ്പർ എക്സിന്റെ എക്സിസ്റ്റൻസ് പറയുന്നത്. സോ ഫസ്റ്റ് ലെറ്റ് us consider the case x square less than 2. So let us first assume that x square is less than 2. ഇനി x square less than 2 എന്ന പോസിബിലിറ്റി എക്സിസ്റ്റ് ചെയ്യുകയില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ x plus 1 by n the whole square എന്ന ടേം കൺസിഡർ ചെയ്യുന്നു. So consider x plus 1 by n the whole square. We know that this is equal to x square plus 2x by n plus 1 by n square. കൂടാതെ നമുക്കറിയാം ഏത് നാച്ചുറൽ നമ്പർ n എടുത്താലും അത് n സ്ക്വയറിനെക്കാട്ടിലും ചെറുതോ ഈക്വലോ ആയിരിക്കും. ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ നമുക്ക് പറയാം 1 by n is greater than or equal to 1 by n square ആയിരിക്കും. Or 1 by n square is less than or equal to 1 by n എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇവിടെ ഇനി ഈ ടേമിൽ വരുന്ന 1 by n സ്ക്വയറിന് പകരം 1 by n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ ഇക്വാളിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയി മാറും. കാരണം 1 by n ആണ് 1 by n സ്ക്വയറിനെക്കാട്ടിലും വലുതായിട്ടുള്ളത്. സോ ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x by n plus 1 by n, since 1 by n square less than or equal to 1 by n. And this is less than or equal to x square plus 1 by n into 2x plus 1. ഇതിനെ ഇൻഇക്വാലിറ്റി 1 ആയിട്ട് വിളിക്കുക. ഓൾസോ നമ്മൾ ഇവിടെ എക്സ് സ്ക്വയർ ലെസ് ദാൻ 2 എന്നാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം 2 മൈനസ് എക്സ് സ്ക്വയർ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 0. ഇനി ഈ ഒരു ടേം കൺസിഡർ ചെയ്യുക, അതായത് 2 മൈനസ് എക്സ് സ്ക്വയർ ബൈ 2x പ്ലസ് 1. നമുക്കിപ്പോൾ കിട്ടിയിരുന്നു 2 മൈനസ് എക്സ് സ്ക്വയർ പോസിറ്റീവ് ആണെന്നുള്ളത്. കൂടാതെ നമുക്കറിയാം എക്സ് എന്ന് പറയുന്ന എസിന്റെ സുപ്രീമമാണ്. കൂടാതെ എസിലെ എല്ലാ എലമെന്റ്സുകളും നോൺ നെഗറ്റീവ് ആണ്. അതുകൊണ്ട് എക്സും പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് 2x പ്ലസ് 1 പോസിറ്റീവ് ആയിരിക്കും. അതായത് ഈ റേഷ്യോയുടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും പോസിറ്റീവ് ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം ദിസ് റേഷ്യോ ഇസ് ക്ലിയർലി ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഇങ്ങനെ ഒരു പോസിറ്റീവ് റിയൽ നമ്പർ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി വെച്ച് പറയാം ഈ റിയൽ നമ്പറിനെക്കാളും വലുതായിട്ട് ഒരു നാച്ചുറൽ നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. Therefore, by Archimedean property, there exists a natural number n such that 0 less than 1 by n less than 2 minus x square by 2x plus 1. ഇത് ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞെങ്കിലും അത് ആർക്കിമീഡിയൻ പ്രോപ്പർട്ടിയുടെ രണ്ടാമത്തെ കൊറോളറി വെച്ചാണ് എഴുതിയിരിക്കുന്നത്. സോ ദിസ് ഇംപ്ലൈസ് 1 by n into 2x plus 1 less than 2 minus x square. ഒന്ന് റീഅറേഞ്ച് ചെയ്തേ ഉള്ളൂ. ഈ ഇൻഇക്വാലിറ്റിയെ ഇൻഇക്വാലിറ്റി 1ലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. then we get the inequality 1 as x plus 1 by n the whole square is less than or equal to x square plus 1 by n into 2x plus 1ന് പകരമായിട്ട് 2 minus x square ഞാൻ റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഇക്വാലിറ്റി മാറി സ്ട്രിക്ട്ലി ലെസ് ദാൻ ആയിട്ട് മാറും. കാരണം ഇവിടെ 1 by n into 2x plus 1 സ്ട്രിക്ട്ലി ലെസ് ദാൻ 2 minus x square എന്നാണ് നമുക്ക് കിട്ടിയത്. So x plus 1 by n the whole square is strictly less than x square plus 2 minus x square, and this is equal to 2. Thus we have got x plus 1 by n the whole square is less than 2. ഇവിടെ നമ്മൾ കണ്ടിരുന്നു x പോസിറ്റീവ് ആണെന്നുള്ളത്. കൂടാതെ 1 by n നമുക്കറിയാം പോസിറ്റീവ് ആണ്. അതുകൊണ്ട് x plus 1 by n പോസിറ്റീവ് ആണ്. കൂടാതെ ആ പോസിറ്റീവ് നമ്പറിന്റെ സ്ക്വയറും ലെസ് ദാൻ 2 ആണെന്ന് നമ്മളിപ്പോൾ കണ്ടു. അതായത് ഈ എക്സ് പ്ലസ് 1 by n എന്ന് പറയുന്നത് നമ്മുടെ സെറ്റ് എസിലെ എല്ലാ പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം എക്സ് പ്ലസ് 1 by n ബിലോങ്സ് ടു എസ്. സോ ദസ് വി ഹാവ് എക്സ് പ്ലസ് 1 by n ഗ്രേറ്റർ ദാൻ 0 ആൻഡ് എക്സ് പ്ലസ് 1 by n the whole square less than 2, and therefore we can say x plus 1 by n belongs to s. പക്ഷെ ഇതൊരു കോൺട്രഡിക്ഷൻ ആണ്. കാരണം എക്സിനെ നമ്മൾ സുപ്രീമം ഓഫ് എസ് എന്നാണ് പറഞ്ഞിരുന്നത്, അതായത് ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്നുള്ളത്. ഇവിടെ നമ്മൾ കണ്ടു എക്സ് പ്ലസ് 1 by n എന്നുള്ളത്, അതായത് എക്സിനെക്കാട്ടിലും വലുതായിട്ടുള്ള എക്സ് പ്ലസ് 1 by n എന്നുള്ളത് എസിലെ ഇലമെന്റ് ആയിട്ട് വരുന്നത്.
അതായത് എസിന്റെ സുപ്രമമായ എക്സിനെക്കാട്ടിലും വലുതായിട്ട് ഒരു എക്സ് പ്ലസ് 1/n എസിനകത്ത് ബിലോങ് ചെയ്യുന്നുണ്ട്. അത് കോൺട്രഡിക്റ്റ് ചെയ്യുന്നു. കാരണം നമുക്കറിയാം സുപ്രമത്തിനേക്കാട്ടിലും വലുതായിട്ട് വരുന്ന ഒരു നമ്പർ പോലും എസിലെ എലിമെന്റ് ആകുകയില്ല. അപ്പോൾ എക്സ് പ്ലസ് 1/n എന്ന് പറയുന്ന എക്സിനെക്കാട്ടിലും വലുതായിട്ട് വരുന്ന, അതായത് സുപ്രമത്തിനെക്കാട്ടിലും വലുതായിട്ട് വരുന്ന ഒരു എലിമെന്റ് എസിൽ വന്നതാണ് ഇവിടെ കോൺട്രഡിക്ഷന് കാരണമാകുന്നത്. That is, it contradicts the fact that x is an upper bound of s. അതായത് എസിന്റെ അപ്പർ ബൗണ്ടിനെക്കാട്ടിലും വലിയൊരു എലിമെന്റ് എസിൽ വന്നു. അതുകൊണ്ട് we cannot have x square less than 2. So അത് കാരണം നമ്മൾ ഇനി x square greater than 2 കൺസിഡർ ചെയ്യുന്നു. So let us assume that x square greater than 2. ഇനി ഏത് നാച്ചുറൽ നമ്പർ m എടുത്താലും നമുക്കറിയാം x minus 1/m the whole square is equal to x square minus 2x by m plus 1 by m square ആയിരിക്കും. ഇനി നമുക്കറിയാം 1 by m square എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. കാരണം m നാച്ചുറൽ നമ്പർ ആണ്, സോ അത് പോസിറ്റീവ് ആണ്. സോ 1 by m square ഓട്ടോമാറ്റിക്കലി പോസിറ്റീവ് ആകും. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ നിന്ന് 1 by m square ഞാൻ അങ്ങ് മാറ്റുന്നു, അതായത് ഒരു പോസിറ്റീവ് ടേമിനെ അങ്ങ് മാറ്റുന്നു. അപ്പോൾ ഈ ഇക്വാളിറ്റി എങ്ങനെയായിട്ട് മാറും? ദിസ് മസ്റ്റ് ബി സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ x square minus 2x by m എന്ന് വരും. കാരണം 1 by m square എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി പോസിറ്റീവ് ആണ്. ഇനി ഈ ഇൻഇക്വാലിറ്റിയെ 3 എന്ന് വിളിക്കുന്നു. ഇനി നമ്മൾ ഇവിടെ എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 2 എന്നാണ് എടുത്തിരുന്നത്. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 2 എന്ന് പറയുന്നത് നമുക്ക് ഗ്രേറ്റർ ദാൻ 0 എന്ന് വരും. അതുകൊണ്ട് എക്സ് സ്ക്വയർ മൈനസ് 2 ബൈ 2x എന്നുള്ളതും ഗ്രേറ്റർ ദാൻ 0 എന്ന് വരും. കാരണം എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അത് പോസിറ്റീവ് ആണ്. കൂടാതെ എക്സ് സ്ക്വയർ മൈനസ് 2 ആയിട്ട് വരുന്ന ന്യൂമറേറ്റർ അതും പോസിറ്റീവ് ആണെന്ന് കണ്ടു. അതുകൊണ്ട് എക്സ് സ്ക്വയർ മൈനസ് 2 ബൈ 2x എന്നുള്ളതും പോസിറ്റീവ് ആയിട്ട് മാറും. അതുകൊണ്ട് ബൈ ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി വി ക്യാൻ സേ ദാറ്റ് ഫോർ എക്സ് സ്ക്വയർ മൈനസ് 2 ബൈ 2x ഗ്രേറ്റർ ദാൻ 0 there exists a natural number m such that 1 by m less than x square minus 2 by 2x. ഇതെങ്ങനെ വന്നു എന്ന് വെച്ചാൽ നമുക്കറിയാം എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ആകുന്ന കേസിൽ 1 ബൈ എപ്സിലോണും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പോൾ ഈ ഒരു റിയൽ നമ്പർ കൺസിഡർ ചെയ്യുമ്പോൾ ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി വെച്ച് പറയാം ഈ 1 ബൈ എപ്സിലോണിനെക്കാട്ടിലും വലുതായിട്ട് വരുന്ന ഒരു നാച്ചുറൽ നമ്പർ m എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയും. അതായത് ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a natural number m such that 1 by epsilon less than m. ഇത് തന്നെയാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതായത് എപ്സിലോണിന് പകരം എക്സ് സ്ക്വയർ മൈനസ് 2 ബൈ 2x എന്ന് കൊടുത്തു. അപ്പോൾ ഇത് ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് നമുക്ക് പറയാം 1 ബൈ ഈ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ആണ്. അതുകൊണ്ട് 1 ബൈ എപ്സിലോൺ ആയ 1 ബൈ എക്സ് സ്ക്വയർ മൈനസ് 2 ബൈ 2x എന്ന് പറയുന്നത് ലെസ് ദാൻ m ആയിരിക്കും. ഓർ ഒന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് 1 ബൈ m ലെസ് ദാൻ എക്സ് സ്ക്വയർ മൈനസ് 2 ബൈ 2x എന്ന് വരും. അതായത് ഫോർ എനി എക്സ് സ്ക്വയർ മൈനസ് 2 ബൈ 2x ഗ്രേറ്റർ ദാൻ 0 there exists a natural number m such that 1 by m less than x square minus 2 by 2x. ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. Or this can be written as 2x by m less than x square minus 2, or multiplying throughout by minus 1 we get minus 2x by m greater than minus of x square minus 2. Then the inequality 3 becomes x minus 1 by m the whole square is strictly greater than x square minus 2x by m, and this is strictly greater than x square minus x square minus 2. അതായത് നമുക്കറിയാം മൈനസ് 2x by m എന്ന് പറയുന്നത് മൈനസ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 2നെക്കാട്ടിലും വലുതാണ്. അപ്പോൾ ഈ മൈനസ് 2x by mന് പകരം ഞാൻ ഈ ഒരു മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഇൻഇക്വാലിറ്റിക്ക് ഒരു ചേഞ്ചും വരികയില്ല. And this is equal to 2. That means x minus 1 by m the whole square is greater than 2 എന്ന് നമുക്ക് കിട്ടി. കൂടാതെ s belongs to capital S ആണെങ്കിൽ നമുക്ക് പറയാം s square less than 2 എന്നുള്ളത്. പിന്നെ 2 എന്ന് പറയുന്നത് x minus 1 by m the whole squareനെക്കാളും ചെറുതാണ് നമ്മളിപ്പോൾ കണ്ടു. And this implies s square less than x minus 1 by m the whole square, and this implies s is less than x minus 1 by m. കാരണം നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് എ ഗ്രേറ്റർ ദാൻ 0 ബി ഗ്രേറ്റർ ദാൻ 0 ആകുന്ന കേസിൽ എ സ്ക്വയർ ലെസ് ദാൻ ബി സ്ക്വയർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ലെസ് ദാൻ ബി ആയിരിക്കും. ഇതാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തത്. ഈ കേസിൽ എസും എക്സ് മൈനസ് 1 ബൈ എമ്മും രണ്ടും പോസിറ്റീവ് ആണ്. അതുകൊണ്ട് മാത്രമാണ് എസ് സ്ക്വയർ ലെസ് ദാൻ എക്സ് മൈനസ് 1 ബൈ എം ദ ഹോൾ സ്ക്വയർ ഇംപ്ലൈസ് എസ് ലെസ് ദാൻ എക്സ് മൈനസ് 1 ബൈ എം എന്ന് നമുക്ക് എഴുതാൻ സാധിക്കുന്നത്. അതായത് നമുക്കിപ്പോൾ കിട്ടിയതാണ്
നമ്മളിവിടെ ക്യാപിറ്റൽ എസിലെ ഒരു ആർബിട്രറി എലിമെന്റ് ആയിട്ടാണ് സ്മോൾ എസിനെ എടുത്തത്. അതായത് ക്യാപിറ്റൽ എസിലെ ഏത് സ്മോൾ എസ് എടുത്താലും നമുക്ക് എസ് ലെസ് ദാൻ എക്സ് മൈനസ് 1/m ആയിരിക്കും എന്നാണ് ഇപ്പോൾ കണ്ടത്. ദാറ്റ് ഈസ് ഫോർ ഓൾ എസ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എസ്, എസ് ഈസ് ലെസ് ദാൻ എക്സ് മൈനസ് 1/m. ആൻഡ് ദിസ് ഇംപ്ലൈസ് എക്സ് മൈനസ് 1/m ഈസ് ആൻ അപ്പർ ബൗണ്ട് ഓഫ് ക്യാപിറ്റൽ എസ്. നമുക്കറിയാം 1/m എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. അതുകൊണ്ട് എക്സ് മൈനസ് 1/m എന്ന് പറയുന്നത് എക്സിനെക്കാട്ടിലും ചെറുതാണ്. അതായത് നമുക്കിവിടെ കിട്ടിയത് എക്സിനെക്കാട്ടിലും ചെറുതായിട്ട് വരുന്ന ഒരു അപ്പർ ബൗണ്ട് എസിനുണ്ടെന്ന് കിട്ടി. അതൊരിക്കലും പോസിബിൾ അല്ല, കാരണം നമ്മൾ എക്സിനെയാണ് എസിന്റെ സുപ്രമമായിട്ട് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അതിലും താഴെ ഒരു അപ്പർ ബൗണ്ട് ഒരു കാരണവശാലും എക്സിസ്റ്റ് ചെയ്യത്തില്ല. സോ ഇവിടെ ഒരു കോൺട്രഡിക്ഷൻ വന്നു. അതായത് എക്സ് സുപ്രമമാണെന്നുള്ള ഫാക്ടിനോട് കോൺട്രഡിക്ഷൻ വന്നു. അതുകൊണ്ട് എന്ത് പറയാം, എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 2ഉം പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടു എക്സ് സ്ക്വയർ ലെസ് ദാൻ 2ഉം പോസിബിൾ അല്ല, എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 2ഉം പോസിബിൾ അല്ല. അതുകൊണ്ട് ബൈ ലോ ഓഫ് ട്രൈക്കോട്ടമി വെച്ച് എന്ത് പോസിബിൾ ആയിരിക്കണം, എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 പോസിബിൾ ആയേ പറ്റുകയുള്ളൂ. ഹെൻസ് ബൈ ലോ ഓഫ് ട്രൈക്കോട്ടമി വി ഹാവ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 2. ഹെൻസ് ദ തിയറം. ഇപ്പൊ പറഞ്ഞ തിയറത്തിനെ നമുക്ക് വേറൊരു തരത്തിലും മോഡിഫൈ ചെയ്യാം. അതായത് ഇഫ് എ ഗ്രേറ്റർ ദാൻ 0 then there exists a unique positive b such that b square is equal to a. ഇങ്ങനെയാണ് നമ്മൾ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിന്റെ എക്സിസ്റ്റൻസ് പറയുന്നത്. ആ എക്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് സ്ക്വയർ റൂട്ട് ഓഫ് 2. ഇതിനെ 2⁻² എന്ന് നമ്മൾ എക്സ്പ്രസ് ചെയ്യും. അതുപോലെ തന്നെ ജനറലൈസ് ചെയ്താൽ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു യുണീക് പോസിറ്റീവ് ബി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ബിനെ നമ്മൾ സ്ക്വയർ റൂട്ട് ഓഫ് എ അല്ലെങ്കിൽ a⁻² ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ സ്ക്വയർ റൂട്ട് ഓഫ് എ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇത് നമ്മൾ പിന്നീട് ഇതിന്റെ എക്സിസ്റ്റൻസ് പറയുമെന്ന്. അതാണ് നമ്മളിപ്പോ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് നേരെ നമുക്ക് a⁻1/n എക്സ്റ്റെൻഡ് ചെയ്ത് a⁻1/n ഡിഫൈൻ ചെയ്യുന്നു. പ്ലീസ് നോട്ട് ഡൗൺ ദിസ്.